മണമാണ്. അത് ദേവദാരുവാണെന്ന് എങ്ങനെ മനസ്സിലായെന്ന് വെച്ചാൽ ഇതിൻ്റെ ഇല എടുത്തിട്ട് ഇങ്ങനെ പറിച്ചിട്ട് മണം യൂക്കാലിപ്സ് പോലെ ലാവൻഡർ പോലെ എന്താണ് മണമെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അപ്പം ഞാൻ ഇന്ന് ബൈബിൾ പലപ്പോഴും ദേവദാരുവിനെ കുറിച്ച് ഉപമിക്കുന്നുണ്ട്. ദേവദാരുവിൻ്റെ തടി ആലയത്തിന് ഉപയോഗിച്ചു. നമ്മളെ ഉപമിക്കുന്ന ദേവദാരുവിനെ പോലെയാണ്. പലപ്പോഴും നമ്മൾ ദേവദാരു സിഡാർ ട്രീ എന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ ദേവദാരുവിനെ എൻ്റെ അനുഭവത്തിൽ ഇപ്പോൾ ഞാൻ ഈ ഒരു ട്രിപ്പ് ഷൊർണൂർ മുതൽ കന്യാകുമാരി വരെയുള്ള ട്രിപ്പിൻ്റെ ലാസ്റ്റിൻ്റെ സെക്കൻഡ് ഡേയിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ ഇനി നാളെയും കൂടെ ഉള്ളൂ, അത് കഴിഞ്ഞ് ഇവിടുന്ന് ഫിനിഷ് ആവും നമ്മുടെ കേരളം. അപ്പോൾ ഈ ദിവസത്തിലാണ് ഇവിടെ വന്നപ്പോൾ ഈ ദേവദാരുവിനെ ഇവിടെ കാണുന്നത്. അപ്പോൾ ദേവദാരുവിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നത്, ദൈവത്തിൻ്റെ ആത്മാവ് വചനത്തിലൂടെ നമ്മോട് സംസാരിക്കുന്നു. നമ്മളെ ദേവദാരുവിനെ പോലെ ഉപമിക്കുന്നു. എന്താണ് ദേവദാരുവിനെ പോലെ ഉപമിക്കുന്നത്? നോക്കിക്കേ, ഇതിൻ്റെ തൊലിയിൽ അത്ര ബ്യൂട്ടി ഒന്നുമില്ല. ഈ എന്താ പറയുക, നമ്മൾ എന്താ പറയുക, ഒരു കുഷ്ഠം പിടിച്ചതുപോലെ ഇരിക്കുക. സ്റ്റിൽ ചെയ്തേ കുഷ്ഠം പിടിച്ചതുപോലെ ഇതിരിക്കുന്നവൻ എന്തുവാ? അവനെയാണ് ആലയത്തിൽ ഉപയോഗിച്ചത്. ഇനി അടുത്തൊരു ഉപമ പറയട്ടെ. ഈ തൊലിയുണ്ട്, ഇത് ഓട്ടോമാറ്റിക്കലി പൊട്ടിയിരിക്കുന്ന തൊലിയാണ്. ഇതിൻ്റെ നേച്ചർ ഇതാ, ഇതിൻ്റെ സിസ്റ്റം ഇതാ. പക്ഷേ ഇതിനകത്തൂടെ ഇവിടെ വന്ന് നിൽക്കുമ്പോൾ ഒരു മണമില്ലേ, ആരോമ. അപ്പം കാറ്റടിക്കുമ്പോൾ എന്തുവാ? മറ്റുള്ളവരിലേക്ക് പോകും. സ്തോത്രം. അപ്പം എന്തിനാണ് കാറ്റടിക്കുന്നത്? അപ്പം നമ്മൾ കഴുകനിലേക്ക് പോകും. കഴുകന് കാറ്റടിക്കുമ്പോഴാണ് ഭയങ്കരമായിട്ട് പറക്കാൻ പറ്റുന്നത്. ഇപ്പം കാക്ക ഇതൊക്കെ ബഹളം ഇവിടെ കഴുകനെ കാണുന്നോ? ഇല്ല. കഴുകന് വലിയ സ്റ്റോം വന്നാലേ പറക്കാൻ പറ്റും. നമ്മുടെ ദേവദാസന്മാർക്കും വിശ്വാസികൾക്ക് പറ്റിയതാണ് തെറ്റ്. ഹല്ലേലൂയ. കാരണം സ്റ്റോം വരുമ്പോൾ അവരൊക്കെ പേടിച്ചു പോവുക. എന്തുവാ പറയാനുള്ളത് ഇതിനെക്കുറിച്ച്? സ്തോത്രം. കാരണം നമ്മളുടെ ശരീരം ക്രിസ്തുവാണെങ്കിൽ നമ്മളാണെന്ന് തൊലിയിരുന്ന് മാറിയാലേ ദേവദാരുക്കൾ കാറ്റ് വരുമ്പം ഇതിൻ്റെ തടികൾ തമ്മിൽ ഒരയുമ്പം ഇത് പൊട്ടും. അകത്തുനിന്ന് ഒരു ഫ്ലേവർ ഇങ്ങനെ. അതുപോലെ ഈ തൊലികൾ തന്നെത്താനെ ഇരിച്ചു അവിടെ പോയി അറിയാമോ? ഈ ഒരു ഫംഗ്ഷനിലേക്ക് നമ്മൾ പോകാൻ തയ്യാറാവുന്നില്ല. അതാണ് നമ്മുടെ പ്രശ്നം. നമ്മൾ പോകാൻ തയ്യാറായെങ്കിലേ അഹങ്കാരത്തിന്റെ മത്സരത്തിന്റെ സാധ്യത്തിന്റെ പുരുഷന്മാരുടെ ഗർവം നമ്മളിലെ എല്ലാ പാപസംബന്ധമായ തൊലികളും ഒഴിക്കണമെങ്കിൽ ദേവദാരുവിന് ജഡസംബന്ധമായ നമ്മുടെ ശരീരത്തിൻ്റെ തൊലി ഒഴിഞ്ഞുവെങ്കിൽ ഈ ദേവദാരു എന്ന മരത്തിൻ്റെ ആ ഒരു പ്രക്രിയ നമ്മൾ പഠിക്കണം. സങ്കീർത്തനത്തിലുണ്ട്, ദേവദാരുക്കൾ തമ്മിലൊരിഞ്ഞ് തൊലി കളയുന്നു സങ്കീർത്തനക്കാരൻ പറയുന്നത്. അതായത് ദേവദാരു, അതുകൊണ്ടാണ് ദേവദാരുവിനെ ആലയത്തിൻ്റെ പ്രധാന ഭാഗമാക്കിയിട്ടുള്ളത്. നമ്മൾ ആലയത്തിൻ്റെ പ്രധാന ഭാഗമാക്കണമെങ്കിൽ നമ്മൾ നമ്മളുടേതായ പഴയ ഉരിഞ്ഞു കളയണം. അതുകൊണ്ടാണ് ആ കുരുടനായ മനുഷ്യൻ തൻ്റെ പുതപ്പ് അവിടെ ഇട്ടേച്ച് ആണ് എഴുന്നേറ്റ് പോയത്. എന്നിട്ട് സൗഖ്യം കൊടുത്തപ്പോൾ പുതപ്പെടുത്ത് വീണ്ടും അത് വെച്ച് ജീവിക്കാൻ അവൻ വിചാരിച്ചില്ല. അവൻ നേരെ പോയില്ല, കർത്താവിനോട് ചേർന്ന് നിന്ന് കർത്താവിൻ്റെ കൂടെ നടന്നു. അപ്പോൾ നമ്മൾ ആ പുതപ്പ് അന്വേഷിച്ച് പോയിരുന്നെങ്കിൽ കർത്താവിൻ്റെ കൂടെ നിൽക്കാൻ പറ്റില്ല. ദേവദാരു അതുപോലെ തന്നെ നിന്നിരുന്നെങ്കിൽ, തൊലി പിടിക്കാതെ നിന്നിരുന്നെങ്കിൽ ദേവദാരുവിനെ ആർക്കും ഉപയോഗിക്കാൻ പറ്റത്തില്ല. കാരണം ഇതിൻ്റെ പ്രയോജനം കാണാൻ തോന്നത്തില്ല. അതുകൊണ്ട് ഈ സാധനം മനുഷ്യൻ എങ്ങനെ ജീവിക്കണമെന്ന് ദേവദാരുവിനെ നോക്കി പഠിപ്പിക്കുകയാണ്. തൊലി ഒരിച്ച് ബ്യൂട്ടി വെളി കാണാനൊന്നുമില്ല, അരോമ മാത്രമേ ഉള്ളൂ. ഇതിന്റെ ആ ഇലയും കൂടി ഇങ്ങോട്ടൊന്ന് കാണിച്ചേടാ. ഇതിന്റെ ബ്യൂട്ടി ഒന്ന് നോക്കിക്കേ. ഇത് പച്ചയായിട്ട് നിൽക്കുക, കാറ്റൊക്കെ അടിക്കുമ്പോൾ ഇത് ഉലയുന്നതാണ്. പക്ഷേ ഇതിന്റെ സ്ട്രോങ് ലീവ്സും തണ്ടും ഒക്കെയാണ്, ബ്രാഞ്ചസും. നല്ല ഭംഗിയാണ് ഇതിന്റെ ഇല കാണാനായിട്ട്. ഹല്ലേലൂയ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. താങ്ക് യു ഫാദർ. ഓക്കെ. ഇതിന് നിറച്ച് ഇത് പൊക്കം വെച്ച് വളർന്ന് ഇത്ര നാൾ കഴിഞ്ഞാൽ അതിനകത്ത് പുഷ്പമാകത്തുള്ളൂ. ഇതിന് ഒരു 8-9 വർഷമായപ്പോഴാണ് ഇതിന് പൂത്തത്. അല്ലാതെ എപ്പോഴും ദേവദാരു പൂക്കത്തില്ല. പൂക്കുന്ന വൃക്ഷം അത് അകരവൻ്റെ വടി പോലെ ഉണക്കയാണെങ്കിലും അത് തളർത്തും പൂത്തും കായ്ക്കും. അതായിരിക്കണം ദൈവമക്കളുടെ യഥാർത്ഥ ലക്ഷ്യം. നമ്മൾ പൂക്കണം, കായ്ക്കണം, എല്ലാം ചെയ്യണം. അങ്ങനെ ദേവദാരുവിനെ നോക്കി നമ്മൾ പഠിക്കണം. ദേവദാരുവിന് നല്ല താമസം എടുത്ത് നമ്മൾ എന്തെങ്കിലും അഭിഷേകം കിട്ടിയ ഉടനെ ഞാൻ പൂത്തെന്നും പറഞ്ഞാൽ വടി എടുത്തുകൊണ്ട് ഇറങ്ങുകയല്ല ചെയ്തത്. അതിനു വേണ്ടി വെയിറ്റ് ചെയ്ത് ദൈവത്തിൻ്റെ സമയമായപ്പം ദൈവം അവരെ നല്ലതുപോലെ ഫലം കായ്ക്കുന്ന വൃക്ഷമാക്കി തീർച്ചു. ഞാൻ ഇതിലൂടെ കൺക്ലൂഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, ദേവദാരുവിനെ കുറിച്ചുള്ള വചനം നമുക്ക് നോക്കാം. സങ്കീർത്തനം 104:16 സങ്കീർത്തനം 104:16 വായിക്കുന്നു. യഹോവയുടെ വൃക്ഷങ്ങൾക്ക് തൃപ്തി വരുന്നു, അവൻ നട്ടിട്ടുള്ള ലെബനോനിലെ ദേവദാരുക്കൾക്ക് തന്നെ. അപ്പോൾ ഇവിടെ വൃക്ഷമാണ് നമ്മൾ
തൃപ്തി വരും. വാക്യം ഏതാ? എസെക്കിയേൽ 17:23. എസെക്കിയേൽ 17:23 അടുത്തത് ലബാനോനെ കുറിച്ച് പറയുന്നത്. ഇസ്രയേലിന്റെ ഉയർന്ന പർവ്വതത്തിൽ ഞാൻ അത് നടും. അത് കൊമ്പുകളെ പുറപ്പെടുവിച്ചു ഫലം കായ്ച്ച് ഭംഗിയുള്ള ഒരു ദേവദാരുവായി തീരും. അതിന്റെ കീഴിൽ പലവിധ ചിറകുള്ള പക്ഷികളൊക്കെയും പാർക്കും. അതിന്റെ കൊമ്പുകളുടെ നിഴലിൽ അവ വസിക്കുന്നു. ആമേൻ. ഹല്ലേലൂയ. അപ്പൊ ഇന്നത്തെ പ്രവചനവശമാണ്, യഹോവയെ ഞാൻ ഉയരമുള്ള വൃക്ഷത്തെ താഴ്ത്തി താണിരുന്ന വൃക്ഷത്തെ ഉയർത്തി, ഹല്ലേലൂയ, പച്ചയായ വൃക്ഷത്തെ ഉണക്കി ഉണങ്ങിയ കാട്ടിലെ വൃക്ഷത്തെ തഴപ്പിക്കുകയും ചെയ്തിരിക്കുന്നത്. കാട്ടിലെ സകല വൃക്ഷങ്ങളും അറിയും. യഹോവയായി ഞാനത് പ്രസ്താവിച്ചും അത് അനുഷ്ഠിച്ചുമിരിക്കുന്നു. ഹല്ലേലൂയ. ഈ വചനം നിങ്ങളോട് സംസാരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എസ്കേൽ 17:22 മുതലുള്ള വാക്യം. അപ്പോഴ് നമ്മളിവിടെ ഇസ്രായേലിന്റെ ഉയർന്ന പർവ്വതത്തിന്മേൽ നടും. യഹോവയെ കർത്താവ് ഇപ്രകാരം അറിയിച്ചു, ഞാനും ഉയരമുള്ള ദേവദാരുന്റെ ഒരു ശിഖരം എടുത്ത് നടും. ഉയരം എന്ന് പറഞ്ഞ സിസ്റ്റർ നേരത്തെ പറഞ്ഞതുപോലെ എത്ര വർഷം എടുത്തത് വളരാനായിട്ട്? 9 വർഷം എടുത്തപ്പോഴാണ് ഇത് പൂത്തത്. അപ്പം ഇത് പൂക്കും, ദേവദാരു പൂക്കും. പക്ഷെ ഇത് വിൽക്കാനുള്ളതല്ല, ഇത് സൗരഭ്യത്തിനും മണത്തിനും കാണാനും ഭംഗിയുള്ളതാണ്. അപ്പം ഇത് ഇത്രയും വർഷം എടുത്ത് കാത്തിരുന്നപ്പോഴല്ലേ ഇത് പൂത്തത്. ഒരമ്മയുടെ പേഷ്യൻസ് നോക്കിക്കേ. ഹല്ലേലൂയ. അമ്മേ, എൻ്റെ പ്രിയ സഹോദരി കർത്താവിന് വേണ്ടി ജീവിതം ഡെഡിക്കേറ്റ് ചെയ്ത ഒരാളാണ്. അമ്മേ, ഒന്നുമില്ലാഞ്ഞിട്ടല്ല, എല്ലാം ഉണ്ട്. പക്ഷേ ഓരോ വാക്കുകളും എന്നെ ഈ സഹോദരിയിലേക്ക് അടുപ്പിച്ചത്. അമ്മേ, 2 മാസമേ ഉള്ളൂ ഞങ്ങൾ അറിഞ്ഞിട്ട്. അമേസിങ് ഗ്രേസ്. ഷീ ഈസ് എ സിഡാർട്രി. ഹല്ലേലൂയ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. നിങ്ങളോട് അപ്പോൾ ഇതൊരു ദേവദാരുവാണ്. സമയമെടുക്കും, ഇത് പൂക്കും. പക്ഷേ ഇത് കാറ്റിൽ ഒളിയുമ്പോഴാണ് ഇതിൻ്റെ മണം വരുന്നത്. എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്, നിങ്ങൾ കാത്തിരിക്കുക. ആമേൻ. ഷീ ഈസ് ലൈക്ക് എ സിഡാർട്രി. ഹല്ലേലൂയ. അത് നല്ലൊരു ഉപമയാണ്. അപ്പോൾ നെവർ യു ആർ ലൈക്ക് എ സിഡാർട്രി. നിങ്ങൾ ദേവദാരുവാണ്. ആമേൻ. അവൻ നട്ടെങ്കിൽ അവൻ വളർത്തും, അവൻ സൂക്ഷിക്കും. ഹല്ലേലൂയ. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു.